ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സിലൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് 20 ലക്ഷത്തിലധികം ആൾക്കാർ ചുരുങ്ങി അത് ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അതായത് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് താലി കെട്ടാൻ വരൻ ഈ പറഞ്ഞ താലി എടുക്കുന്ന സമയത്ത് അതുവരെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വിസമ്മതവും പറയാതിരുന്ന പെൺകുട്ടി നവവധു എണീറ്റ് വന്നിട്ട് പറയുകയാണ്, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല, എനിക്കൊരു കാമുകനുണ്ട്, എനിക്ക് എൻ്റെ കാമുകൻ്റെ ഒപ്പം പോകണം. ഇത് പിന്നീട് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു. അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്നു. പയ്യൻ പറ്റാവുന്ന രീതിക്കൊക്കെ ആ പെൺകുട്ടിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി പറ്റില്ല എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുന്നു. ലാസ്റ്റ് വെളിയിൽ ഈ പറയുന്ന കാറുമായിട്ട് വന്ന് നിന്നിരുന്ന കാമുകനൊപ്പം പോലീസ് പ്രൊട്ടക്ഷനിൽ ആ പെണ്ണ് പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവിടെ നടക്കാതിരുന്ന ഒരു കാര്യം, കല്യാണം നടന്നില്ല, അതിന് മുന്നേ പെൺകുട്ടി പോയി എന്നുള്ളതാണ്. പക്ഷെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും കല്യാണത്തിന്റെ ആ മുഹൂർത്തം വരെ അവിടെ എത്തുകയും കല്യാണ മണ്ഡപത്തിൽ വരെ എത്തി നിൽക്കുകയും ചെയ്ത ആ പയ്യന്റെ വീട്ടുകാരുടെയും അഭിമാനം, ആ ഒരു കാര്യം, മാനക്കേട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഒരു മാസത്തിന് എന്താ തികയുന്നതേ ഉള്ളൂ. ഇതിപ്പം കർണാടകയിലാണ് നടന്നിട്ടുള്ളത്. പക്ഷെ മലപ്പുറത്ത് ഇതേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കല്യാണവും കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കാമുകനൊപ്പം വിരുന്നിന് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് കാറ് നിർത്താൻ പറയുന്നു. കാത്തിരുന്ന കാമുകനോടൊപ്പം ഇറങ്ങി പോകുന്നു. ഇത് കോടതിയിൽ എത്തുന്ന സമയത്ത് കോടതി പറയുകയാണ്, പെൺകുട്ടിക്ക് കാമുകനൊപ്പം പോകാനാണ് താല്പര്യമെങ്കിൽ അത് അങ്ങനെ ആകട്ടെ. ഇതാണ് ഇവിടുത്തെ വിധിയായിട്ട് വന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഇത് ഞാൻ എന്തിനു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സമകാലിക പ്രസക്തിയുള്ളൊരു കാര്യമാണ്. കാരണം കെട്ടാൻ നിൽക്കുന്ന ആൺകുട്ടികളൊക്കെ ഈ വാർത്ത ഭയങ്കരമായിട്ട് നോക്കേണ്ട കാര്യമാണ്. കാരണം മാനക്കേട് എന്ന് പറയുന്നൊരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, നിങ്ങളുടെ കൂടെ എന്തുമാത്രം ന്യായം നിൽക്കും എന്നുള്ള കാര്യം ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് മറ്റൊരു കേസ് എന്ന് പറയുന്നത്, ഒരു മേജർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ആർമിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മറ്റൊരു മേജറുമായിട്ട് ബന്ധമുണ്ട്. അപ്പം അവിഹിത ബന്ധം, അങ്ങനെ എന്തോ ഹോട്ടൽ മുറിയിലെ രേഖകളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുന്ന സമയത്ത് കോടതി ഉത്തരവ് വരുന്നതെന്ന് പറയുന്നത് അത് ആ സ്ത്രീയുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ മാനിക്കണം. അതുപോലത്തെ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ വെളിയിൽ വിടാൻ പാടില്ല. ഹോട്ടലിൽ നിന്നുള്ള അങ്ങനത്തെ രേഖകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വെളിയിൽ വിടാൻ പാടില്ല. അവർക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കോടതിയുടേതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു മുൻപ് ഞാനൊക്കെ കേട്ടിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ റിലേഷനിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പോലും, അവർ ഡിവോഴ്സിന്റെ വക്കിൽ എത്തുവാണെങ്കിൽ പോലും നമ്മുടെ കോടതി മുന്നോട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന 1 വർഷം അങ്ങനത്തെ ഒരു ടൈം പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു, അതിനുശേഷമാണ് ഡിവോഴ്സ് അനുവദനീയമായിട്ടുള്ളത്. അപ്പം എന്നിരുന്നാൽ പോലും ഈ പറയുന്ന കുടുംബ കോടതിയിലൊക്കെ എത്തുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്, പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന വല്ല വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഒരു ടൈം പീരീഡ് കൊടുക്കുന്ന കോടതി അല്ലെങ്കിൽ നിയമത്തിനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ. പക്ഷെ അതിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചങ്ങ് കൊടുക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇന്ന ആളോട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടം മറ്റൊരാളോട് പോകാനാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന തരത്തിലേക്കൊക്കെ എന്തൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാനം, അഭിമാനം, അന്തസ്, ഇതിനൊക്കെ ഭയങ്കര വില കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. കാലം ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നീതി കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ന്യായത്തിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് അവകാശങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റൊരു സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യലബ്ധി, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാൻ, കല്യാണം കഴിഞ്ഞിട്ടായാലും അല്ലാതെ ആയാലും അവൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി മുതൽ അവിഹിതം എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. അത് അവളുടെ സ്വകാര്യത മാത്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി എത്ര കാലം കൊണ്ട് നിങ്ങൾ പ്രണയിച്ചെന്ന് പറയുന്ന പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ വാർത്തകൾ കേട്ടിട്ട് എനിക്ക് യാതൊരു തരത്തിലും ഒരു വിശ്വാസ്യതയും തോന്നില്ല. കാരണം ഇന്നലെ പ്രണയിച്ചവനെ കളഞ്ഞിട്ട് മറ്റൊരുത്തനോടെ പോകുന്ന വാർത്തകളും അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്ന വാർത്തകളും അങ്ങനെ ഭയങ്കരമായിട്ട് യഥേഷ്ടമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ രീതിക്ക് കല്യാണം ഉറപ്പിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച് മാട്രിമോണിയോ അല്ലെങ്കിൽ ബ്രോക്കർ വഴിയൊക്കെ ഉറപ്പിക്കുന്ന വിവാഹങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ടൈം പീരീഡ് വെക്കുക. ആ ടൈം പീരീഡ് കൊണ്ട് പെൺകുട്ടിയെ മനസ്സിലാക്കാൻ നന്നായിട്ടൊന്ന് ശ്രമിക്കുക. അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാതെ ഫോളോ ഒക്കെ ചെയ്ത് നോക്കുക. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ, വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നല്ലെന്നുണ്ടെങ്കിൽ കല്യാണ ദിവസത്തിലായിരിക്കും ഇതുപോലെ മാനക്കേട് ഉണ്ടാകുന്നത്. അതിലപ്പുറത്തേക്ക് പക്ഷേ ഇത് കോടതിയൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര വിഷയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ മാനനഷ്ടം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്
ഇതുപോലെ പയ്യന്മാർ കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടുകാരോട് അത് പറയുക. ഇനി വീട്ടുകാർ അതിനോട് എതിർക്കുന്നതാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വരുന്ന പയ്യനോട് നമുക്കറിയാവുന്ന ആരുണ്ട്, ഈ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പം പെണ്ണ് കാണാൻ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ടുപേരും തമ്മിലുള്ള ഫോൺ നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും, കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനിടയിൽ വെച്ച് ആ പയ്യനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും. അപ്പം മാനക്കേട് അവന് വേണം എന്ന് വെച്ചിട്ട് അവൻ വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാത്തൊരു പയ്യനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതുപോലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ടും പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ വഴിക്ക് പോകുക തന്നെ ചെയ്യും. അതോടുകൂടി മാനക്കേട് എന്നൊരു സംഭവത്തിൽ നിന്ന് ആ പയ്യനെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഈ പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും പറയാതിരുന്നിട്ട് കല്യാണ മണ്ഡപം വരെ കൊണ്ടെത്തിക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കല്യാണം കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത നിമിഷത്തിൽ ആ മണ്ഡപത്തിൽ വെച്ച് വരനെയും വീട്ടുകാരെയും ഒക്കെ മാനം കെടുത്തിക്കൊണ്ട് പോകുന്നു. അപ്പം എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കർണാടകയിലെ കാര്യം എനിക്ക് അറിയാൻ വയ്യ. ആ പയ്യൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. ആ പെൺകുട്ടി ഒരു ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞൊരു പെൺകുട്ടിയാണെന്ന് പല്ലവി എന്താണ് പേര് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നല്ല ഗ്രാജുവേഷനൊക്കെ കിട്ടി നല്ല പഠിത്തമൊക്കെ ഉണ്ടായി നല്ല അറിവും വിവരമുള്ള ലോകം കണ്ടിട്ടുള്ള പെൺകുട്ടിയാണ്. പയ്യൻ അതിനനുസരിച്ച് തന്നെ മെച്ചുറായിട്ട് തന്നെയാണ് പെരുമാറുന്നതെന്ന് തോന്നുന്നത്. നമുക്ക് താല്പര്യം ഈ കല്യാണത്തിനില്ലെങ്കിൽ പൊക്കോട്ടെ എന്ന് തന്നെ ആ പയ്യൻ പറഞ്ഞു. പക്ഷെ ആ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ആ പയ്യനെ കൊണ്ടെത്തിച്ച അവസ്ഥ അത് മനസ്സിലാക്കേണ്ടതാണ്. ആ പെൺകുട്ടിക്ക് ഇതിന് മുന്നേ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ പയ്യൻ ഉറപ്പായിട്ടും മനസ്സിലാവുന്ന കാര്യമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് കല്യാണ മണ്ഡപം വരെ കൊണ്ടെത്തിച്ച് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ചിലവാകുന്ന പൈസ അതിലപ്പുറത്തേക്ക് ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് മാനം കെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന അമ്മയെ തല്ലിയ രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പയ്യനെ ഇത്തരത്തിൽ ചതിച്ചു പോകുന്ന പെണ്ണിനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയ്യോ ആ പയ്യൻ പാവം എന്ന് പറയുന്ന ഒരു കൂട്ടരും കാണും. അതിലപ്പുറത്തേക്ക് എടാ നിന്നെ കൊള്ളാത്തത് കൊണ്ടാണ് അവള് വേറൊരുത്തന്റെ കൂടെ പോയത് ഇങ്ങനെ പറയുന്ന മറ്റൊരു കൂട്ടരും. കാരണം എപ്പോഴും ഈ ആൾക്കാരെ ദ്രോഹിച്ച് അല്ലെങ്കിൽ വേദനിക്കുന്ന കാണുന്ന സമയത്ത് സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റ് സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇങ്ങനെ ആ പയ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ആ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന കുറെ അധികം അവന്റെ തെറ്റല്ലെങ്കിൽ പോലും അവൻ മാനം കെടുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് ആ പയ്യനിൽ ഉണ്ടായ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പം ഇതിനൊന്നും മാനിക്കാതെ പോകുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവളെ ഇത്തരത്തിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഇത്രയും ഇതായിട്ട് ഭയങ്കരമായിട്ട് എന്ത് പറയുന്നത് ഒരു ആക്ഷൻ ഹീറോ ഒരു ഇമേജാണ് അവർ പോകുന്ന പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇവർക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ പയ്യനുണ്ടാവുന്ന മാനനഷ്ടത്തിന് കൃത്യമായിട്ടൊരു തുക ഇവരെ നിന്ന് മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് തോന്നിപ്പോയ ഒരു കാര്യം കല്യാണം വരെ അവരെ കൊണ്ടെത്തിക്കുന്നതിന്റെ കാര്യം എനിക്ക് തോന്നിപ്പോയത് സ്വർണ്ണത്തിന് തൊടാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്വർണ്ണത്തിന്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര പാവപ്പെട്ട വീട്ടിലായാലും അറ്റ്ലീസ്റ്റ് 10-15 പവനെങ്കിലും ഏത് പാവപ്പെട്ട വീട്ടുകാരും എങ്ങനെ സംഘടിപ്പിച്ചിട്ടായാലും മകൾക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഇത്രയും 10 പവൻ എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ഇപ്പം ഏകദേശം 7 ലക്ഷത്തിനടുത്തൊക്കെ സംഭവം അതിൽ കൂടിയാലേ ഉള്ളൂ. അപ്പം ഇത്രയും ഒരു തുക കയ്യിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഫ്രീ ആയിട്ടൊന്നും ഒരു പയ്യന്റെ അടുത്തേക്ക് ചെന്ന് കയറാൻ പയ്യനും എല്ലാ പയ്യന്മാരും സമ്മതിക്കത്തുമില്ല. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യും. അപ്പം പയ്യൻ ഈ പറയുന്ന കെട്ടാൻ പോകുന്ന പയ്യനെയും പറ്റിച്ച് വീട്ടുകാരെയും പറ്റിച്ച് വീട്ടുകാർ തരുന്നത് മേടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഐഡിയ ആയിരിക്കും ചിലപ്പോൾ പെൺകുട്ടികൾ ഇപ്പം നിരന്തരമായിട്ട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിന് മുന്നേ എത്രയോ ടൈം കിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവരെ നിന്ന് പിന്മാറിക്കാനുള്ള ഒരു സമയം കിട്ടും. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് ബോധം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാൾക്കും ഒരു വിലയും കൊടുക്കാതെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം കിട്ടുന്നതും കൊണ്ട് ഓടാൻ വേണ്ടി അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഉടുത്ത് ഒരുങ്ങി സ്വർണ്ണാഭരണ വിഭൂഷിതയായിട്ടൊക്കെ നിൽക്കുന്ന ആ സ്റ്റേജിൽ നിന്ന് പോകുന്നതെന്ന് പറയുന്നത്. ഇതും കൊണ്ട് മറ്റേ കേസ് ഞാൻ പറഞ്ഞതുപോലെ മലപ്പുറത്ത് നടന്നതും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പോണേന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും ആ പയ്യനുണ്ടാവുന്ന ഒരു ആഘാതം അല്ലെങ്കിൽ ആ മാനക്കേട് എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാനോ തിരുത്താനോ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഒരാൾക്ക് അപമാനം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും മാനനഷ്ടം എന്ന് പറയുന്നൊരു സംഭവം ഇത് കോടതിയുടെ പരിഗണനയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കോടതിക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ആ പയ്യന് വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പൈസയും ഈ പറയുന്ന മാനക്കേട് ഉണ്ടാക്കി വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് അത് മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യന്മാർക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ വീഡിയോസ് വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ അടിയിൽ ഇങ്ങനത്തുള്ള കമൻസ് കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഭയങ്കരമായിട്ട് ഇപ്പം ആർക്കും ആരോടും ഭയങ്കര പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമോ അങ്ങനെ ഒന്നുമില്ല. അവരവർക്ക് ഏതാണ് ബെറ്റർ എന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാത്രമേ കാണുന്നത്. ബെറ്റർ ചോയ്സ് ചെയ്താൽ അത് മിക്കപ്പോഴും പെണ്ണെന്ന് മാത്രമല്ല ചിലപ്പോൾ ആണിലും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെക്കാളും കൂടിയ തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല സൗകര്യത്തിലുള്ള ഒരു പെൺകുട്ടിയെ കാണുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചേക്കേറുന്ന ആൺകുട്ടികളുണ്ട്. നേരെ തിരിച്ച് പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഈ പറഞ്ഞ സ്നേഹം ബന്ധം
കാരുണ്യം എന്നൊക്കെ പറയുന്നത് വെറും കടലാസ് പേപ്പറിൽ എഴുതാൻ പറ്റുന്ന വെറും ചപ്പ് ചവറുകൾ പോലെ മാത്രമായിട്ടാണ് പലരും കണക്കാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സത്യം ഈ പറയുന്ന അന്തസ്, മാനം, അഭിമാനം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നാണക്കേടൊക്കെ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പം ഏത് തരത്തിലേക്ക് അവർ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ യുവാക്കളും ഒന്ന് കരുതിയിരിക്കുക. എനിക്ക് തോന്നുന്നില്ല ആൺപിള്ളേർ ഇങ്ങനത്തുള്ള വാർത്തകൾ അധികം ഞാൻ ഇപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. ഇപ്പം കേൾക്കുന്ന വാർത്തകളൊന്നും ഈ പെൺപിള്ളേർ പറ്റിച്ചിട്ട് പോണ വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ മേ ബി ആൺകുട്ടികൾ അറിയാതെ പോകുന്നതായിരിക്കും. അപ്പോൾ ആരായാലും ഒന്ന് കരുതിയിരിക്കുക.